സച്ചി രേവതിയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കയ്യിൽ 50 ലക്ഷം രൂപ കിട്ടിയിട്ടും എന്ത് ബിസിനസ് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും സുധി. ഒറ്റയടിക്ക് കോടീശ്വരനാവണം, അതിനു പറ്റിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നായിരിക്കും സുധിയുടെ പ്ലാൻ. ദിവസവും അതിനെക്കുറിച്ച് പ്ലാനിംഗ് എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണല്ലോ സച്ചിയുടെ വണ്ടിയില് ഒരാള് കയറുന്നത്. ഒരു ഹോം അപ്ലയൻസസിന്റെ ഓണർ ആയിരിക്കും. സച്ചിയുടെ കാറിൽ വന്ന് ഇറങ്ങുമ്പോ അയാളുടെ കയ്യില് വാടക കൊടുക്കാൻ പൈസ കാണില്ല. ഞാൻ കടയിൽ കയറി പൈസ എടുത്തിട്ട് വരാ എന്ന് അദ്ദേഹം പറയുന്നു. ആ സമയത്താണ് കടയുടെ ഫ്രണ്ടില് കുറച്ച് ഗുണ്ടകൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് പൈസ വാങ്ങിച്ചു കൊണ്ടുപോകലാണ് ആ ഗുണ്ടകളുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. എന്നാ അതിൽ നിന്നെല്ലാം സച്ചി രക്ഷപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന് സച്ചിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാർ അവന്മാരെ പേടിക്കുന്നേ? പോയി പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താൽ മതിയല്ലോ. അതിലൊന്നും അവന്മാര് നിക്കില്ല സച്ചി. അവന്മാര് വലിയ ഗുണ്ടകളാ. ഇടയ്ക്കും തലയ്ക്കും വന്ന് ഇവിടുന്ന് ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് പോവുകയും പൈസ ചോദിക്കുകയൊക്കെ ചെയ്യും. എന്താ ചെയ്യാ, ഇനി കംപ്ലൈന്റ് കൊടുത്താലും അതിലൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇനി എന്തായാലും അവന്മാര് വന്നാല് സാർ എന്നെ ഒന്ന് വിളിച്ചാ മതി. അവന്മാരെ കാര്യം ഞാൻ ഏറ്റു എന്ന് സച്ചി പറയുന്നു. ഞാൻ ഈ കട വിൽക്കാനായിട്ട് പോവാ. എന്റെ മക്കളൊക്കെ അമേരിക്കയിലാ, ഞാനും അങ്ങോട്ട് പോവാ. ഇനിയിപ്പോ ഇതൊന്നും നോക്കി നടത്താൻ എന്നെ കൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ കട ഞാൻ ഈ ലെവലിൽ എത്തിച്ച്. അതുകൊണ്ട് അതുപോലെ കഷ്ടപ്പെടാൻ താല്പര്യമുള്ള ഒരാൾക്ക് തന്നെയാ ഈ ഒരു കട കൊടുക്കാൻ എനിക്കും ആഗ്രഹം. കഴിവുള്ള ഒരാള് വന്നാലേ ഈ കട കൊടുക്കൂ എന്നൊക്കെ അദ്ദേഹം സച്ചിയുടെ അടുത്ത് പറയുന്നു. സച്ചിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, എന്തായാലും സൂര്യ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ, ഇതെന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് സച്ചിക്ക് തോന്നുന്നു. എന്റെ ഏട്ടന് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹ ആണോ? ഏട്ടൻ നല്ല പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അവന് ഈ കട കിട്ടുവാണെങ്കിൽ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകും. എന്നാ നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. ശരി സാർ, ഞാനെന്തായാലും ഇക്കാര്യം വീട്ടിലൊന്ന് പോയി സംസാരിക്കട്ടെ, എന്നിട്ട് വീട്ടുകാരെ കൂട്ടി വരാമെന്ന് സച്ചി പറയുന്നു. കോണ്ടാക്ട് നമ്പറൊക്കെ കൈമാറുന്നു. അങ്ങനെ സച്ചി നേരെ ഈ സന്തോഷമായിട്ടുള്ള വാർത്ത പറയാൻ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. നിർബന്ധിച്ച് കട വാങ്ങിപ്പിക്കാനൊന്നുമല്ല സച്ചിയുടെ പ്ലാൻ. സുധിക്കും ശ്രുതിക്കും അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമാണെങ്കിൽ ഒന്ന് വന്ന് കട കാണാം. സച്ചിയാണെങ്കില് സ്വന്തം സഹോദരന് നല്ലൊരു കാര്യം നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് വന്ന് പറയുന്നത്. എന്നാ ഇവൻ വന്ന് പറയുന്ന കാര്യത്തില് വലിയ വിശ്വാസമൊന്നുമില്ലാത്ത രീതിയിലാണ് ചന്ദ്രമതിയും ശ്രുതിയും സുധിയും പെരുമാറുന്നത്. നീ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് വിശ്വസിച്ച് അതൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സച്ചിയെ തരം താഴ്ത്തി സംസാരിക്കുകയാണ് ശ്രുതിയും സുധിയും. കൂടെ ചന്ദ്രമതിയും ഉണ്ടായിരിക്കും. ഇത് കേട്ട് സച്ചിക്ക് വല്ലാതെ അങ്ങ് സങ്കടാവുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രവി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നേ സുധി? ഇവൻ വന്ന് നിന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. അതെന്താ നീ തിരിച്ചറിയാത്തെ? അവന് നീ ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങി നല്ല നിലയിൽ എത്തണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ടാ വന്ന് പറഞ്ഞേ. അതുപോലെ നിങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. വേണ്ട അച്ഛാ, അവനോട് ഒന്നും സംസാരിക്കണ്ട. നിനക്ക് ആദ്യം കടയൊന്ന് പോയി കാണ്. എന്നിട്ട് എന്താണോ നിന്റെ അഭിപ്രായം അതിനനുസരിച്ചല്ലേ മുന്നോട്ട് പോവൂ. അവനിങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞെന്ന് കരുതിയിട്ട് നീ ഒറ്റയടിക്ക് തീരുമാനം എടുക്കണമെന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ രവി പറയുമ്പോ ശ്രീകാന്തും വർഷയും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതോടുകൂടി ശ്രുതിയും സുധിയും ചന്ദ്രമതിയും ഒന്ന് പോയി കട കാണാ എന്ന് തീരുമാനിക്കുന്നു. ഇപ്പൊ തന്നെ പോവാ എന്നാണ് അവരെല്ലാവരും പറയുന്നത്. 2 വണ്ടിയിലായി സുധിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും സച്ചിയും രേവതിയും ഒക്കെ കട കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നു. സുധിയുടെയും സച്ചിയുടെയും കാറിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. അവിടെ എത്തിക്കഴിയുമ്പോ കട ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് സുധിക്കും ശ്രുതിക്കും. ഓണർ ആണെങ്കിൽ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. കുറച്ചു വിലയില് കട ഒതുക്കി തരാ എന്നും പറയുന്നു. അതോടുകൂടി സുധിയും ശ്രുതിയും അതിലങ്ങ് വീഴുന്നുണ്ട്. ചന്ദ്രമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. എന്നാ സച്ചിയോടാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത്. അത് സുധിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു. എത്രയും വേഗം കട കൈമാറാ എന്ന് അദ്ദേഹം പറയുന്നു. ഒത്തിരി സന്തോഷത്തില് വീട്ടിലേക്ക് വരുന്നുണ്ട്. സുധിയുടെ കാര്യം അറിയാലോ, ചെറിയൊരു കാര്യം കിട്ടിയാലേ അതിൽ അഹങ്കരിക്കുന്ന ആളാ. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല നിലയിൽ എത്തും എന്നൊക്കെ കരുതുമ്പോ സുധിയുടെ അഹങ്കാരം അങ്ങ് പീക്കിലായിരിക്കും.
ചന്ദ്രമതിയും ശ്രുതിയും ഒട്ടും മോശമല്ല കേട്ടോ. നല്ല രീതിയിൽ അഹങ്കരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് കടയ്ക്ക് എന്ത് പേരിടാ എന്ന് തീരുമാനിക്കുന്നത്. ചന്ദ്രമതിയാണെങ്കില് തന്റെ പേരിടുമെന്നാണ് കരുതുന്നത്. ശ്രുതിയാണെങ്കില് അതൊന്നും മനസ്സ് പോലും കരുതുന്നുണ്ടായിരിക്കില്ല. കടയ്ക്ക് ഒരു വെറൈറ്റി പേരിടണം എന്ന് മാത്രമേ ശ്രുതി ആലോചിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും കൂടെ ഇരിക്കുമ്പോ ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. തന്റെ മോനെ അധികം സ്നേഹിക്കുന്ന ചന്ദ്രമതി കരുതുന്നത് തന്റെ മകൻ തന്റെ പേര് തന്നെയാ ആ ഹോമ പ്രിൻസസിന് ഇടൂ എന്നായിരിക്കും. പക്ഷേ സൂതി അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. നല്ലൊരു പേര് കണ്ടെത്തണം എന്നൊക്കെ സൂതി എല്ലാവർക്കും മുൻപിലും പറയുമ്പോ ചന്ദ്രമതിയുടെ മുഖമൊന്ന് മാറുന്നുണ്ട്. കൂട്ടത്തില് ഉദ്ഘാടനത്തിന് ആരെ വിളിക്കാം, ഒരു സെലിബ്രിറ്റിയെ തന്നെ വിളിക്കണം എന്നൊക്കെ സൂതി പറയുന്നു. അതോടുകൂടി ചന്ദ്രമതിക്ക് അത് താങ്ങാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. ഉദ്ഘാടനവും അതുപോലെ പേരിടലും ഒന്നും തന്നോട് ഒരു തരത്തിലൊരു അഭിപ്രായം ചോദിക്കാതെയാണ് സൂതി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ചന്ദ്രമതിയുടെ മുഖം മാറുന്നത് സച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വല്ലാതെ സങ്കടമായി എന്ന് സച്ചിക്ക് തോന്നുന്നു. എന്നാ ചന്ദ്രമതി അത് ശ്രുതിയോടോ സൂതിയോടോ ഒന്നും പറയുന്നുണ്ടായിരിക്കില്ല. ചന്ദ്രമതിക്ക് ഇത് വലിയ സങ്കടമായെന്ന് ശ്രുതിക്കും ചെറുതായൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ശ്രുതിയാണെങ്കില് വളരെ സന്തോഷത്തില് ഏത് സെലിബ്രിറ്റിയെ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാം. സച്ചി അപ്പൊ തന്നെ പറയുന്നുണ്ട്, എന്തിനാ വേറൊരു സെലിബ്രിറ്റിയെ വിളിക്കുന്നേ? അമ്മയെയും അച്ഛനെയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാ പോരെ. പിന്നെ കടയുടെ പേര് അത് അമ്മയുടെ പേരങ്ങിട്ടേക്ക് എന്നൊക്കെ പറയുന്നു. ദേ സച്ചി, എന്ത് ചെയ്യണോന്നേ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട. ഇത് കേൾക്കുന്നതും ചന്ദ്രമതിക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല. ശ്രുതിയും ശ്രുതിയും ഉള്ളിലോട്ട് പോകുന്നു. ശ്രുതിയാണെങ്കില് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നീ എന്താ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? കടയുടെ പേര് അമ്മയുടെ പേര് ഇട്ടാ മതിയല്ലോ. പിന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതും അമ്മ തന്നെയല്ലേ. ആന്റി നിന്നെ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശ്രുതി, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാ? ആന്റി നിന്റെ ഏതൊരു അവസ്ഥയിലും കൂടെ തന്നെ നിൽക്കുന്ന ആളല്ലേ. നീ എന്താ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാത്തെ എന്നൊക്കെ ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിനക്കറിയാത്ത കാരണം അമ്മയുടെ പേര് എന്തിട്ടാലും ഒരു രാശിയില്ല. അതുകൊണ്ടാ ഞാൻ അത് ഇടണ്ടാന്ന് തീരുമാനിച്ചേ. ഇപ്പൊ തന്നെ പൂക്കടയ്ക്ക് അമ്മയുടെ പേരല്ലേ ഇട്ടത്. എന്നിട്ട് എന്തായി? പൂക്കട പോയില്ലേ? അതുപോലെ എന്തൊക്കെ കാര്യങ്ങള് നിന്റെ കട ഒക്കെ അതുപോലെ അങ്ങ് പോയി. അതുകൊണ്ടാ ഞാൻ അമ്മയുടെ പേര് എന്റെ ഷോപ്പിനിടില്ല എന്ന് തീരുമാനിച്ചേ. അതിനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ എന്താണ് സുധി ഇങ്ങനെ? ആന്റിക്ക് അത് നല്ല സങ്കടമായിട്ടുണ്ട്. അമ്മയ്ക്ക് ഒരു സങ്കടവും. അമ്മയ്ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്ന് സുധി പറയുന്നു. ഇതെല്ലാം പുറത്തു നിന്ന് സച്ചി കേൾക്കുന്നുണ്ടായിരിക്കും. സച്ചി എങ്ങനെയെങ്കിലും പറഞ്ഞ് സുധിയെ കൊണ്ട് കടയുടെ പേര് ചന്ദ്രമതി എന്ന് തന്നെ ഇടണമെന്നായിരിക്കും തീരുമാനിച്ചിരിക്കുക. കയറി ചെന്ന് സുധിയോടും ശ്രുതിയോടും കാര്യം സച്ചി പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, അമ്മയുടെ പേരല്ലാതെ നിന്റെ കടയ്ക്ക് വേറെന്തെങ്കിലും ഇട്ടാല് ഈ സച്ചി ആരാണെന്ന് നീ നന്നായങ്ങ് അറിയും എന്നൊക്കെ സച്ചി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടി ചന്ദ്രമതി എന്ന് തന്നെ പേരിടാ എന്ന് തീരുമാനിക്കുന്നു. അമ്മയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്ക എന്നും ശ്രുതിയും ശ്രുതിയും തീരുമാനിക്കുന്നു. ഇതറിഞ്ഞതോടുകൂടി ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കടയുടെ ഉദ്ഘാടന ദിവസം അച്ചമ്മ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് കടയുടെ ഫ്രണ്ടില് വന്ന് വണ്ടി നിർത്തുന്നു. അലങ്കരിച്ച് ശ്രുതിയുടെ ഫോട്ടോയൊക്കെ വെച്ചുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോ ചന്ദ്രമതിക്ക് ഒത്തിരി സന്തോഷമാവുന്നു. അങ്ങനെ പിന്നീട് സച്ചിയും രേവതിയും ഒക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാ നമുക്ക് റിബൺ കട്ട് ചെയ്താലോ എന്ന് പറയുന്നു. ഈ സമയത്ത് ചന്ദ്രമതി ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. സമയമായിട്ടില്ല, ഒരാള് വരാനുണ്ട്. ആരാ എന്ന് ചോദിക്കലും നമ്മുടെ വർഷയുടെ മമ്മി അവിടെ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓടിച്ചെന്ന് സ്വീകരിക്കുന്നുണ്ട്. ആ മമ്മി, മമ്മി വരുമെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനൊരു സർപ്രൈസ് ആയിട്ട് മോൾക്ക് തരാമെന്ന് കരുതിയതാ മമ്മിയെ ഞാൻ വിളിച്ചത് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നു. ആന്റി, ആന്റി വരൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചുള്ളിലോട്ട് കയറ്റാണ്. അങ്ങനെ റിബൺ കട്ട് ചെയ്യാനായിട്ട് ചന്ദ്രമതിയെ വിളിക്കുന്നു. ചന്ദ്രമതി പ്രാർത്ഥിച്ചുകൊണ്ട് സിസേഴ്സ് എടുത്ത് റിബൺ കട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷത്തില് എല്ലാവരും ഉള്ളിലോട്ട് കയറുന്നു. വർഷയുടെ മമ്മിയെ സ്പെഷ്യലായിട്ട് ഉള്ളിലോട്ട് സ്വീകരിക്കുന്നുണ്ട് ചന്ദ്രമതി. ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് രേവതിയോട് രവി ചോദിക്കുന്നുണ്ട്, മോളെ രേവതി, നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ? നീ എന്താ അമ്മയെയും വീട്ടിലുള്ളവരെയൊന്നും വിളിച്ചില്ലേ? ഇല്ല അച്ഛാ, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അല്ലെങ്കിലും ഇവളുടെ വീട്ടുകാർ എന്തിനാ രവിയേട്ടാ വരുന്നേ? ഇവിടെ വന്നിട്ട് എന്താ അസൂയപ്പെടാനാണോ? ദേ ചന്ദ്രേ, നീ അതും ഇതൊന്നും പറയല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇവിടെ വെച്ച് സംസാരിക്കണ്ട. ഞാൻ കാര്യം പറഞ്ഞതാ. ഇവരെ വീട്ടുകാരൊരു ഗതി ഇല്ലാത്തവരാ. അവരിങ്ങോട്ട് വന്നിട്ട്
എന്ത് നോക്കി കാണാനാ? ഇവിടുന്ന് 10 രൂപയുടെ സാധനം പോലും വാങ്ങിക്കാൻ അവരെ കൊണ്ടാവില്ല. ദേ ചന്ദ്രേ, നീ ഇപ്പോ വർഷയുടെ അമ്മയെ ഇങ്ങോട്ട് വിളിച്ചില്ലേ? അതേ സ്ഥാനം തന്നെയാ രേവതിയുടെ അമ്മയ്ക്കും. അത് നീ മറക്കണ്ട. വർഷയുടെ അമ്മ എവിടെ കിടക്കുന്നു, ഇവളുടെ അമ്മ എവിടെ കിടക്കുന്നു? അവര് കഴിവുള്ളവരാ. അവര് ഈ ചടങ്ങിന് കൂടിയാലേ ഈ കടയ്ക്ക് തന്നെ നല്ലതാ. എന്റെ സുതിക്ക് വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും. അതുകൊണ്ടാ ഞാൻ അവരെ വിളിച്ചത് എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നുണ്ട്. അച്ഛ, ഒന്നും പറയണ്ട മോളെ, നിനക്ക് അവളുടെ സ്വഭാവം അറിയുന്നല്ലേ, വെറുതെ നീ സങ്കടപ്പെടണ്ട. അങ്ങനെ സച്ചിയും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നീയല്ലേ മിക്സി വാങ്ങിക്കണമെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് രേവതിയെ കൂട്ടി മിക്സിയുടെ ഭാഗത്തോട്ട് പോകുന്നുണ്ട്. രേവതി ഓരോ മിക്സിയൊക്കെ എടുത്തു നോക്കുക. അങ്ങനെ ഓണർ വന്ന് അതിന്റെ ഡോക്യുമെന്റ്സും ചാവിയൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മയാ, അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്താ മതിയെന്ന്. ചാവിയും ഡോക്യുമെന്റ്സും ഒക്കെ ചന്ദ്രമതി തന്നെ ഏറ്റുവാങ്ങുന്നുണ്ട്. അത് നേരെ ശ്രുതിക്ക് കൊടുക്കുന്നു. ശ്രുതി പുതിയ ചെയറിലൊക്കെ ഇരുന്ന് വളരെ സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ഓണർ വന്ന് കുറച്ച് സ്റ്റാഫിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പ്രായമായ ഒരു 3-4 പേരായിരിക്കും. ഒരുപാട് കാലമായി എന്റെ കൂടെ ഇവര് വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ കസ്റ്റമേഴ്സിനെയൊക്കെ നന്നായിട്ട് അറിയാം. നിന്റെ എല്ലാ വളർച്ചയ്ക്കും ഇവര് കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ച് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷത്തില് എല്ലാവരും കടയൊക്കെ ചുറ്റിക്കാണുന്നു. അങ്ങനെ രേവതി മിക്സിയുടെ ഭാഗത്ത് മിക്സിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എല്ലാറ്റിനും എന്തൊരു വിലയാ. അത് പിന്നെ പണ്ടത്തെ കാലമാണെങ്കിൽ അമ്മിയും ഒരലൊക്കെ വെച്ച് ഇതുപോലെ അരയ്ക്കുമ്പോ ഈ പൈസ ചെലവൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഉള്ള കാരണ കുറച്ചെങ്കിലും സമയം ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നേ. ഓരോ കാര്യങ്ങളും വരുമ്പോഴല്ലേ ഓരോ സഹായാവുന്നത്. ഇപ്പോ പണ്ടത്തെ പോലെ എല്ലാവരും നടന്നു പോവുകയാണെങ്കിൽ സച്ചിയുടെ ജോലി ഉണ്ടാവോ? ഇതോടുകൂടി സച്ചിയുടെ വായ അടയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, നീ നോക്ക്, ഞാൻ ഇപ്പൊ വരാ എന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നു. രേവതിയാണെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ മിക്സിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഭാമ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത്, അല്ല, വർഷയുടെ മമ്മി ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും വാങ്ങിക്കാനായിരിക്കോ? വാങ്ങിക്കില്ലേ ഇനി? അവര് വാങ്ങിക്കും, അതുകൊണ്ടാ ഞാൻ അവരെ തന്നെ വിളിച്ചത്. എന്തെങ്കിലും സാധനം വാങ്ങിക്കാതെ അവര് പോവില്ലല്ലോ. അങ്ങനെ വർഷയുടെ മമ്മി നോക്കുന്നത് ഒരു സെൻട്രൽ എ സി ആയിരിക്കും. എ സിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. 1.5 ലക്ഷത്തോളം ആവുമെന്നും പറയുന്നു. അത് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ടായാൽ മതി, ഇത് തന്നെ എടുത്തോളൂ എന്ന് സുധിയോട് പറയുന്നു. സുധിയുടെ കണ്ണ് തള്ളുന്നുണ്ട്. ഫസ്റ്റ് കസ്റ്റമർ തന്നെ 1.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. ഇത് കേട്ട് ചന്ദ്രമതിക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. ബാമേ, 1.5 ലക്ഷം രൂപയുടെ സാധന വർഷയുടെ മമ്മി വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെയാ ഞാൻ അവരെ ഈ ഫംഗ്ഷന് വിളിച്ചത് എന്നൊക്കെ ചന്ദ്ര പറയുന്നു. ഇതേ സമയത്ത് തന്നെ രേവതിയും ഒരു മിക്സി എടുത്തു വെച്ച് കാണും. സച്ചിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സച്ചിയേട്ടാ, നല്ല കളറല്ലേ? ഇതിൽ വെച്ചിട്ട് കുറച്ച് വിലക്കുറവുള്ളത് ഇതാണെന്നും പറഞ്ഞ് ബില്ലാക്കാനായിട്ട് പോവാണ്. ഇതേ സമയം തന്നെ വർഷയുടെ മമ്മിയും ബില്ലാക്കാനായിട്ട് ചെല്ലുന്നു. മിക്സിയായിട്ട് വരുന്ന കാണുമ്പോ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല, നീ ഇതെന്താ എടുത്തിരിക്കുന്നേ? അത് മിക്സിയാ? മിക്സിയോ? 1,500 രൂപ പോലും വരില്ല, അതാണോ ഇപ്പൊ എടുത്തത്? അത് വീട്ടിലെ മിക്സി അരയുന്നില്ല, അതുകൊണ്ട് എടുത്തതാ. ഇത് കാണുന്ന സുധി പറയുന്നുണ്ട്, ആദ്യം വർഷയുടെ മമ്മിക്ക് ബില്ലാക്കട്ടെ, എന്നിട്ടേ ആരുടെയും ബില്ലാക്കൂ എന്നും പറഞ്ഞങ്ങ് പോകുന്നു. ഇത് നമ്മുടെ അച്ഛമ്മ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അല്ലേ ഇവിടുന്ന് ഫസ്റ്റ് സാധനം വാങ്ങി ബില്ലാക്കേണ്ടത്, അല്ലാതെ ആ സ്ത്രീയാണോ? അത് പിന്നെ അമ്മേ, അവര് 1.5 ലക്ഷം രൂപയുടെ എ സി എടുത്തിരിക്കുന്നേ. അപ്പൊ പിന്നെ അവര് തന്നെയല്ലേ ബില്ലാക്കണ്ടേ? അതാവുമ്പോ എന്റെ സുധിക്ക് വെച്ചടി വെച്ചടി കയറ്റുമായിരിക്കും. അല്ലാതെ ഈ ഗതിയില്ലാത്തവള് ആദ്യം പോയി ബില്ലാക്കിയാലേ ഒരു ഗതിയും പരഗതിയും ഉണ്ടായിരിക്കില്ല. ആര് പറഞ്ഞു രേവതിക്ക് ഒരു ഗതിയില്ല എന്ന്? അവളെ പൂ കെട്ടുന്ന കയ്യാ. അവളുടെ കൈ കൊണ്ട് ആദ്യം പൈസ കൊടുത്ത് ബില്ലാക്കിയാല് ഈ ഷോപ്പിന് നല്ലത് മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് അച്ഛമ്മ പറയുന്നു. അതെ അതെ, അതുകൊണ്ടാണല്ലോ അവളുടെ അച്ഛൻ പെട്ടെന്ന് അങ്ങ് പോയത്, ദാരിദ്ര്യം പിടിച്ച കുടുംബം എന്നൊക്കെ ചന്ദ്രമതി പറയുന്നത് കേട്ട് ആകെക്കൂടെ ദേഷ്യത്തിലാണ് അച്ഛമ്മ നിൽക്കുന്നത്. അങ്ങനെ 1.5 ലക്ഷം രൂപ സുധിയുടെ കയ്യിൽ അങ്ങ് കൊടുക്ക. ഇത് കണ്ട് സുധിക്ക് സന്തോഷം സഹിക്കാനാവുന്നുണ്ടായിരിക്കില്ല. ബില്ലും കൊടുത്ത് അതിനുശേഷം അച്ഛമ്മ പറയുന്നുണ്ട്, ദേ രേവതി, നീ ഇങ്ങ് വന്നേ. വേണ്ട അച്ഛമ്മേ, ഇനിയൊരു പ്രശ്നം വേണ്ട. നിന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. അല്ല വർഷേ, നീ എന്താ വാങ്ങിച്ചേ? ഞാനൊരു ഹെയർ ഡ്രയർ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഒന്നും മേടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് വർഷ അതും എടുത്ത് ചെല്ലുന്നുണ്ട്. മാറി നിൽക്ക്, ഇനി രേവതിയുടെ ഈ മിക്സി ബില്ലാക്ക്. ആദ്യമായിട്ട് രേവതി ബില്ലാക്കുന്ന രീതിയിൽ നീ അങ്ങ് പൈസ വാങ്ങിച്ചോ, നിനക്ക് എന്നും ഐശ്വര്യം ഉണ്ടാവോ എന്ന് അച്ഛമ്മ പറയുന്നു. വേണ്ട അച്ഛമ്മേ, അച്ഛമ്മ തന്നെ അങ്ങ് കൊടുത്തേക്ക് എന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ മടിക്കുന്നത് കാണുമ്പോൾ
സച്ചി ചോദിക്കുന്നുണ്ട്. അല്ല, നീ രേവതിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കില്ലേ? അതെന്താ പൈസ വാങ്ങിക്കാതിരിക്കാൻ എന്ന് ചന്ദ്രമതി ചോദിക്കുന്നു. എന്നാ പിന്നെ വാങ്ങിക്ക് എന്നും പറഞ്ഞ് പൈസ രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ബില്ലും കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രമതിയെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ഛമ്മ പറയുന്നുണ്ട്, നീയേ രേവതിയെ അപമാനിക്കുന്നത് നിർത്തുന്നതാ നല്ലത്. അവൾക്ക് ചോദിക്കാനും പറയാനും ഞാനുണ്ട്. ഇവിടെ വെച്ച് നിന്നെ വെറുതെ വഴക്ക് പറയണ്ടെന്ന് കരുതിയിട്ട് മാത്രാ ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഇന്നെനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലോട്ട് പോകണം. അതല്ല, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാനാ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയേനെ. മര്യാദയ്ക്ക് എല്ലാ മരുമക്കളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ചന്ദ്രമതിക്ക് വാണിംഗ് എല്ലാം കൊടുത്ത് അവിടെ നിന്ന് അച്ചമ്മ പോകുന്നുണ്ട്. അന്നത്തെ ദിവസം ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് സുധിയാകെ തളർന്ന വീട്ടിലോട്ട് വരുന്നേ. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.